ബഹിരാകാശ യാത്രയ്ക്ക് മുന്നോടിയായ പരിശീലനങ്ങളുടെ കഥകളായിരുന്നു കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളായി പറഞ്ഞിരുന്നത്. ഇനി വീണ്ടും സഞ്ചാര ചിത്രീകരണത്തിന് വേണ്ടി നടത്തിയ യാത്രകളിലെ അനുഭവങ്ങളിലേക്ക് നമുക്ക് തിരികെ എത്താം. ഈ 23 വർഷങ്ങളായി ഞാൻ തുടരുന്ന 130ഓളം രാജ്യങ്ങളിലൂടെ നടത്തിയ യാത്രകൾ എന്നെ എന്ത് പഠിപ്പിച്ചു? തീർച്ചയായും കുറേ ദൃശ്യങ്ങൾ മലയാളികളുടെ സ്വീകരണ മുറിയിൽ എത്തിക്കുകയും പെൻഡ്രൈവുകളിലൂടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ അല്ലെങ്കിൽ ടെലിവിഷൻ സ്ക്രീനിലൂടെ കുറേ ദൃശ്യങ്ങളും അനുഭവങ്ങളും ചരിത്രപാഠങ്ങളും മലയാളികളുടെ മുന്നിൽ വിളമ്പുകയും ചെയ്യുക മാത്രമാണോ എൻ്റെ ദൗത്യം? അതുകൊണ്ട് പൂർണ്ണമാകുന്നതാണോ എൻ്റെ ഉത്തരവാദിത്വം? അല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നത് കൊണ്ടാണ് കേരളം എന്ന ജനസമൂഹത്തിന് വേണ്ടി, മലയാളി എന്ന പ്രബുദ്ധ സമൂഹത്തിന് വേണ്ടി ചില ആശയങ്ങൾ കൂടി പങ്കുവയ്ക്കേണ്ടതുണ്ട് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്. സഞ്ചാരത്തിൻ്റെ ഓരോ എപ്പിസോഡിലും അത്തരം കഥകൾ, അത്തരം അനുഭവങ്ങൾ, അത്തരം മാർഗദർശകങ്ങളാകുന്ന ചില പദ്ധതികൾ ഒക്കെ ഞാൻ അവതരിപ്പിക്കാറുണ്ട്. അത് മുഴുവൻ നടപ്പാക്കണമെന്നോ അതെല്ലാം എനിക്ക് നടപ്പാക്കി കാണിക്കാൻ കഴിയുമെന്നോ അല്ല അതിനർത്ഥം. ഇങ്ങനെയും ലോകത്ത് ചില മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ട്, ഇങ്ങനെയും ചില കാര്യങ്ങൾ ലോകത്തെ ചില രാജ്യങ്ങളെങ്കിലും ചെയ്യുന്നുണ്ട്, നമുക്കതിനെ എന്തുകൊണ്ട് അനുകരിച്ചുകൂടാ, അത് നമ്മുടെ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിക്കൂടെ എന്ന ചിന്തയിൽ നിന്ന് മാത്രമാണത്. കാരണം ഇന്നത്തെ ലോകത്ത് നമുക്കറിയാം, നാം തന്നെയല്ല എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ കണ്ടെത്തുന്നത്. നമ്മുടേതും ലോകത്തെ ഏത് നാടും പോലെ തന്നെ ഉള്ള ഒരു നാട് തന്നെയാണ്. കേരളം പോലെ മൺസൂണുള്ള നിരവധി രാജ്യങ്ങളുണ്ട്. കേരളം പോലെ ട്രോപ്പിക്കൽ വനങ്ങളും ധാരാളം സസ്യലതാദികളുമുള്ള പ്രദേശങ്ങളുണ്ട്. കേരളം പോലെ ജനസാന്ദ്രത കൂടിയ ഭൂപ്രദേശങ്ങളുണ്ട്. തൈവാനൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ സമാനമായ സാഹചര്യങ്ങളിൽ മറ്റു നാടുകൾ എങ്ങനെ അവിടുത്തെ ജനങ്ങൾക്ക് കുറച്ചുകൂടി മികച്ച ജീവിതം നൽകുന്നു, ഇതാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതം കൂടുതൽ സുഖകരവും ആസ്വാദ്യവുമാക്കി മാറ്റാനുള്ള മാർഗ്ഗങ്ങൾ എന്ത് എന്നാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പരിശോധിക്കുന്നത്. മാസത്തിൽ 5, 6, 7 ദിവസം മാത്രം യാത്ര ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന അറിവുകൾ വെച്ച്, പഠിക്കാൻ കഴിയുന്ന പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, യാത്രയ്ക്ക് ശേഷം നാട്ടിൽ തിരികെ എത്തിയതിന് ശേഷം നമ്മൾ നടത്തുന്ന ഗവേഷണങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾ വെച്ച്, യാത്ര ചെയ്തപ്പോൾ ആ നാട്ടിൽ വെച്ച് പരിചയപ്പെട്ട ആളുകൾ നമുക്ക് പകർന്നു തന്ന അറിവുകളിൽ നിന്ന്, അവിടെ ജീവിക്കുന്ന മലയാളികളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളിൽ നിന്ന് ഒക്കെ സമാഹരിക്കുന്ന അറിവുകളുടെ ഒരു ആകത്തുകയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. അത് പൂർണ്ണമായും ശരിയാണെന്നോ അത് മുഴുവൻ നാളെ എനിക്ക് തന്നെ നടപ്പാക്കാൻ കഴിയുന്നതാണെന്നോ അതിനർത്ഥമില്ല. ചിലരെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട്, താങ്കൾ ഇത്രയേറെ കാര്യങ്ങൾ പറയുന്നത് കുറേയെങ്കിലും നിങ്ങൾ നടപ്പാക്കിക്കൂടെ? വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ കുടുംബം നടത്തുന്ന സ്കൂളിൽ അതെല്ലാം പരീക്ഷിച്ചുകൂടെ എന്നൊക്കെ ചിലത് ചോദിക്കാറുണ്ട്. അത് പ്രായോഗികമല്ല. കാരണം എൻ്റെ കുടുംബം നടത്തുന്ന സ്കൂളിൽ പോലും സിലബസ് തീരുമാനിക്കുന്നത് എൻ്റെ കുടുംബമല്ല, അത് സർക്കാരാണ്. സർക്കാർ നൽകിയിരിക്കുന്ന പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി, സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന പാഠ്യപദ്ധതി അടിസ്ഥാനമാക്കിയാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. ഒരു സ്കൂൾ മാനേജ്മെൻറ്റിന് ചെയ്യാവുന്ന പരിമിതമായ ചില പരീക്ഷണങ്ങളുണ്ട്, അതൊക്കെ നമ്മുടെ സ്കൂളിൽ നടക്കാറുമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം കുമരകത്ത് ഒരു റിസോർട്ടിൽ താമസിക്കുകയാണ്. ഈ കോവിഡ് കാലത്താണ് അദ്ദേഹം അവിടെ താമസിച്ചത്. അദ്ദേഹത്തിന് അവിടെ വന്ന് ഹെൽഡപ്പായി പോയതാണ്. അപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ എൻ്റെ ഓഫീസിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് വിശേഷപ്പെട്ട ഒരു കഥാപാത്രത്തെ ഞാൻ പരിചയപ്പെട്ടു. ഒരു വിദേശിയാണ്. അദ്ദേഹം ഈ കോവിഡ് കാലത്ത് കുമരകത്ത് ഹെൽഡപ്പായി പോയതാണ്. അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഈ കഴിഞ്ഞ എല്ലാ ദിവസവും രാവിലെ ഇദ്ദേഹത്തെ കാണുന്നത് തെരുവിലൂടെ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ, വെള്ളത്തിൻ്റെ കുപ്പികൾ ഒരു ചാക്കിൽ ശേഖരിച്ചുകൊണ്ട് നടക്കുന്ന സായിപ്പിനെയാണ് ഇവർ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം അയാളോട് ചോദിച്ചത് എന്തായി ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാവിലെ എല്ലാ ദിവസവും നടക്കാനിറങ്ങും. അപ്പോൾ ഞാനിത് കാണുമ്പോൾ എനിക്ക് ഈ മനോഹരമായ കേരളം പോലത്തെ ഒരു നാട്ടിൽ ഇങ്ങനെ വഴിയോരത്ത് ഇത്രയേറെ പ്ലാസ്റ്റിക് കിടക്കുന്ന കാണുമ്പോൾ എനിക്കൊരു അസ്വസ്ഥത തോന്നുന്നത് കൊണ്ട് ഏതായാലും ഞാൻ എല്ലാ ദിവസവും നടക്കാനിറങ്ങുകയാണ്, അപ്പോൾ ഇതങ്ങ് പിറക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാ ദിവസവും കുറേ കുപ്പികൾ പിറക്കി അദ്ദേഹം മാറ്റുന്നു. എന്താണ് ഇങ്ങനൊരു ചിന്ത ഒരു മനുഷ്യനിലുണ്ടാവാൻ കാരണം? നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ എന്നറിയില്ല. വിദേശത്ത് ജോലി ചെയ്യുന്നവർ പ്രത്യേകിച്ചറിയാം. ഒരു മിഠായി അവർ വാങ്ങി അല്ലെങ്കിൽ ആരെങ്കിലും നൽകി അവരെ കഴിച്ചാൽ അതിൻ്റെ കൂടെ ഒരിക്കലും അലക്ഷ്യമായിട്ട് ഈ വിദേശികൾ വലിച്ചെറിയും നമ്മൾ കാണില്ല. അവിടെ എവിടെയെങ്കിലും വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടോ എന്ന് അവർ നോക്കും. ഇല്ലെങ്കിൽ അവരവരുടെ ഉടുപ്പിൻ്റെ പോക്കറ്റിൽ അല്ലെങ്കിൽ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിക്ഷേപിക്കും. ഒരിക്കലും ഒരു വിദേശിയും, അതായത് ഒരുമാതിരി നിലവാരമുള്ളൊരു രാജ്യത്തു നിന്ന് ഒരാളും ആ പ്രദേശത്തെ മാലിന്യം നിക്ഷേപിക്കുന്നത് നമ്മൾ കാണില്ല. അത് വിദേശത്ത് മാത്രമല്ല, നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളായി എത്തുന്നവർ പോലും. എങ്ങനെയാണ് ഒരു ജനസമൂഹം മുഴുവൻ അങ്ങനെ ചിന്തിക്കുന്നവരായി മാറുന്നത്? വിദ്യാഭ്യാസം.
ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവർക്ക് കൊടുക്കുന്ന പരിശീലനം, പൗരബോധം വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായൊരു ഘടകമാണ്. അവിടെയൊക്കെ ഒരു വ്യക്തി സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്ന് കൃത്യമായും പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു മനുഷ്യജീവിയെ വേദനിപ്പിക്കാതെ, പരിഹസിക്കാതെ, സോഷ്യൽ മീഡിയയിലൂടെ അവഹേളിക്കാതെ, അവന് ശല്യമുണ്ടാക്കാതെ എങ്ങനെ ജീവിക്കണമെന്ന് ഈ രാജ്യം എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ഇച്ഛ അനുസരിക്കുന്ന മനുഷ്യനാണെന്ന് അഹങ്കരിക്കും. നമ്മുടെ ദേവാലയങ്ങളിൽ നിന്ന് തൊട്ടയൽവക്കത്തുള്ള അന്യമതസ്ഥൻ്റെ അല്ലെങ്കിൽ ശാന്തമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ചെവിയിലേക്ക് കോളാമ്പി മൈക്കിലൂടെ നമ്മുടെ ദേവഗീതങ്ങൾ, നമ്മളുടെ പ്രാർത്ഥനകൾ ഏത് നേരവും തള്ളിക്കയറ്റും. അവനെ പീഡിപ്പിച്ച് വേദനിപ്പിക്കുന്നതാണ് നമ്മളുടെ ദൈവസ്നേഹമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞ നാടുകളിലൊന്നും അത് കേൾക്കില്ല. നിങ്ങൾക്കൊരു ശബ്ദം ശല്യമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാതിപ്പെട്ടാൽ നിങ്ങളുടെ പുരയിടത്തിലേക്ക്, നിങ്ങളുടെ ഓഫീസിലേക്ക് ആ ശബ്ദം കയറാതിരിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അത് പാഠ്യപദ്ധതിയിലൂടെ ബാല്യകാലം മുതൽ കുട്ടികളെ പഠിപ്പിക്കുന്നു. നിൻ്റെ സ്വാതന്ത്ര്യം അന്യൻ്റെ അസ്വാതന്ത്ര്യമല്ല, അന്യനെ ശല്യപ്പെടുത്താനുള്ള അവകാശമല്ല. സ്വാതന്ത്ര്യം, ലിബേർട്ടിയുടെ നാട്ടിൽ ലിബേർട്ടി എന്നത് നിനക്കുള്ളതുപോലെ തന്നെ, നിനക്കെന്തും ചെയ്യാനുള്ള അവകാശമുള്ളതുപോലെ അത് കാണാതിരിക്കാനോ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കാതിരിക്കാനോ നിൻ്റെ അയൽക്കാരന് അവകാശമുണ്ട്. നിനക്ക് നിൻ്റെ വീട്ടിൽ എത്ര ശബ്ദവും പുറപ്പെടുവിക്കാം, നിനക്ക് മൈക്ക് വെച്ച് പാട്ട് പാടാം, പക്ഷേ നിൻ്റെ മതിലിനപ്പുറത്ത് ആ ശബ്ദം കേൾക്കാൻ പാടില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളിൽ വലിയൊരു ശതമാനവും, അല്ലെങ്കിൽ 99.9% നമ്മളുടെ പ്രകൃതിയെ ഒരു പരിക്കുമേൽപ്പിക്കാതെ ഈ നാട്ടിൽ നിന്ന് മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ ടൂർ കമ്പനികൾ നടത്തുന്നവരോട്, അല്ലെങ്കിൽ ടൂർ ഗൈഡുകളായി പ്രവർത്തിക്കുന്നവരോട്, നേച്ചർ വാക്കിന് കൊണ്ടുപോകുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ഉത്തരേന്ത്യക്കാരോ മലയാളികളോ ആയ ആളുകൾ ഒരു ക്യാമ്പിംഗ് ടൂറിൽ പങ്കെടുത്താൽ മടങ്ങുമ്പോഴേക്കും കുപ്പി പൊട്ടിച്ചും ആഘോഷിച്ചും ആ പരിസരം നശിപ്പിച്ചിട്ട് പോകുമെങ്കിൽ അത്തരം ഒരു പ്രവർത്തനവും ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിൽ നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടാണത്? പ്രകൃതി ബോധം അഗാധമായി അവരുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം. ഞാൻ ഓസ്ട്രേലിയയിലൂടെ സഞ്ചരിച്ചപ്പോൾ, ഞാൻ അവരുടെ ബ്ലൂ മൗണ്ടൻസ് നാഷണൽ പാർക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, ആ വനപ്രദേശത്തേക്ക് നമ്മളെ കയറ്റിവിടുന്നത് ഒരു വിമാനത്തിലേക്ക് കയറ്റുന്നത് പോലെയാണ്. സെക്യൂരിറ്റി പരിശോധനകൾ നടത്തി മെറ്റൽ ഡിറ്റക്ടറിനുള്ളിലൂടെയാണ് കടത്തിവിടുന്നത്. തീപ്പെട്ടിയോ ലൈറ്ററോ പോലും അതിനുള്ളിലേക്ക് കടത്താൻ കഴിയില്ല. നമുക്ക് പുറത്തു നിന്നുള്ളൊരു ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല. നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വസ്തുവകകൾക്ക് കൃത്യമായ ചിട്ടകളുണ്ട്. ആ പരിശോധന കഴിഞ്ഞ് മാത്രമാണ് വനപ്രദേശത്തേക്ക് കയറ്റിവിടുന്നത്. അതായത് വനം തുടങ്ങുന്ന പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഇറങ്ങി അവിടുത്തെ മെറ്റൽ ഡിറ്റക്ടറിനോട് കടന്ന് നമ്മളുടെ ബാഗെല്ലാം തുറന്ന് പരിശോധിച്ച് നമ്മൾ എങ്ങനെ ആ വനത്തിൽ പെരുമാറണമെന്ന ചിട്ടയോടുകൂടി വേണം പ്രവർത്തിക്കാൻ എന്നർത്ഥം. ഇത്ര സൂക്ഷ്മമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അത്ര കാര്യക്ഷമമായിട്ടാണ് അവർ അവിടെ വനത്തെയും അവരുടെ പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കുന്നത്. അതിൻ്റെ എത്രയോ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അവരുടെ പാഠ്യപദ്ധതിയുടെ ഭാഗവും ഈ പ്രകൃതി സ്നേഹമാണ്. ഞാൻ ഒരിക്കൽ അമേരിക്കയിൽ ചെന്നപ്പോൾ എൻ്റെ കൂടെ കോളേജ് കാലത്ത് എൻ്റെ ഒപ്പം പഠിച്ച ഒരാളുടെ വീട്ടിൽ പോയി. ഞാൻ അവിടെ ഇരുന്ന് അദ്ദേഹവുമായി അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച്, നമ്മുടെ വിദ്യാഭ്യാസവും അവിടുത്തെ വിദ്യാഭ്യാസവുമായുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. രാത്രി മുഴുവൻ വളരെ വൈകുവോളം ഇരുന്ന് ചർച്ച ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു അനുഭവമുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം ഇവർ സൺഡേയിൽ പള്ളിയിൽ പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഗരാജിലേക്ക്, നമ്മൾ ഗാരേജ് എന്ന് പറയുക, അവരെ ഗരാഷ് എന്നാണ് അമേരിക്കയിൽ പറയുക, ഗരാഷിലേക്ക് കാർ എടുക്കാൻ വേണ്ടി ചെല്ലുന്നു. ഇവർ കയറി ചെല്ലുമ്പോൾ ഈ നിലത്തുകൂടി ഈ ഗാരേജിലൂടെ ഒരു പുഴു, നമുക്കറിയാം ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകുന്ന ഒരു പുഴു പോകുന്നു. അപ്പോൾ ഇയാൾ പതിവ് പോലെ, നമ്മുടെ നാട്ടിലേതുപോലെ അതിനെ ചവിട്ടി അരച്ച് കൊന്നുകളയാൻ വേണ്ടി ഷൂവും ഇട്ട് ചവിട്ടാനായിട്ട് ചെല്ലുമ്പോൾ ഇയാളുടെ മൂത്ത മകൻ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഈ അച്ഛൻ്റെ കാലിലേക്ക് വീണ് കെട്ടിപ്പിടിക്കുന്നു. നോ ഡാഡ്, നോ ഡാഡ് എന്ന് പറഞ്ഞിട്ട് അവൻ ഈ പുഴുവിനെ ചവിട്ടാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ അത് പുഴുവാണ്, ചൊറിയും, നീ മാറുന്നില്ല, അതിനെ കൊന്നു കളഞ്ഞേക്കാം. അപ്പോൾ മകൻ പറഞ്ഞു, ദിസ് ഈസ് നോട്ട് പുഴു, ദിസ് ഈസ് നേച്ചർ, ഡോണ്ട് കിൽ ഇറ്റ്. ഈ മകൻ പുറത്തു പോയി ഒരു പഴുത്ത ഇല എടുത്തു കൊണ്ടുവന്ന് ഈ പുഴുവിനെ ആ ഇലയിൽ കോരി എടുത്ത് അകലെ ആ പുൽമേട്ടിൽ കൊണ്ടുപോയി ഇറക്കി വിടുന്നു. എന്നിട്ട് ആ പുഴു നടന്നു പോകുന്നത് ആഹ്ലാദത്തോടെ കണ്ടു നിൽക്കുന്നു. നമ്മുടെ എത്ര വിദ്യാലയങ്ങളിൽ ഒരു പുഴു നേച്ചറാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പുഴുവിനെയും പാറ്റയെയും ഉറുമ്പിനെയും പോലും
കൊല്ലരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തെ മുഴുവൻ സംഹരിക്കുന്നതെന്ന് നമ്മൾ കരുതുന്ന, നമ്മൾ കുറ്റപ്പെടുത്തുന്ന, ആണവ ബോംബിട്ട് ഒരു വലിയ ജനസമൂഹത്തെ കൊന്നുകളഞ്ഞ ഒരു രാഷ്ട്രം അതിൻ്റെ സിലബസിൽ ഒരു പുഴുവിനെ പോലും കൊല്ലരുത് എന്ന് വരുന്ന തലമുറയെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ കരുതുന്ന ചില രാജ്യങ്ങൾ നമ്മൾ കരുതുന്നത് പോലെയല്ല അവരുടെ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒപ്പം ഈ കുട്ടികൾക്കൊക്കെ പൊതു സദസ്സുകളിൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു പരിശീലനം കൂടി നൽകുന്നുണ്ട്. തെരുവോരത്ത് നിന്ന് പാട്ടുപാടുന്ന ഒരു എളിയ കലാകാരനാണെങ്കിൽ കൂടി ആത്മവിശ്വാസത്തോടെ ആ തെരുവിലൂടെ നടന്നു പോകുന്ന ആളുകളുടെ മുമ്പിൽ തൻ്റെ പ്രകടനം നടത്താനുള്ള പരിശീലനമാണ് വിദ്യാഭ്യാസത്തിലൂടെ അവന് ലഭിക്കുന്നത്. യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ അവരുടെ ഒഴിവു സമയത്തെ സമ്പാദ്യത്തിനായി ഉപയോഗപ്പെടുത്തുന്ന ഇത്തരത്തിൽ തെരുവ് കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട്, വഴിയോര റെസ്റ്റോറൻറ്റുകളിലെ വിളമ്പുകാരായി ജോലി ചെയ്തുകൊണ്ട്, മറ്റുള്ള ആളുകളുടെ കാറ് കഴുകി കൊടുത്തുകൊണ്ട്, വീടുകളിൽ പത്രം വിതരണം ചെയ്തുകൊണ്ട്, അങ്ങനെ എന്തെല്ലാം ജോലി ചെയ്തുകൊണ്ടാണ് തൊഴിലിൻ്റെ മാഹാത്മ്യം, തൊഴിലിൻ്റെ മഹത്വം കുട്ടികൾ പഠിക്കുന്നു പഠനകാലത്ത് തന്നെ. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതോടൊപ്പം വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യം, നമുക്കറിയാം ഈ കോവിഡ് കാലത്ത് നമ്മൾ ഏറ്റവും ചർച്ച ചെയ്ത മറ്റൊരു വിഷയം നമ്മുടെ വീടുകളിൽ കൃഷി തുടങ്ങുന്നതിനെക്കുറിച്ചാണ്. ഏത് മഹാമാരി വന്നാലും ഏത് പ്രശ്നം വന്നാലും മനുഷ്യൻ ഒഴിവാക്കാൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഒഴിവാക്കാൻ കഴിയാത്ത ഏക വസ്തു ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതയാണ്, പച്ചക്കറിയുടെ ലഭ്യതയാണ്, കഴിക്കേണ്ട ചോറിൻ്റെ അരിയുടെ ലഭ്യതയാണ്. ഇതെങ്ങനെ സാധ്യമാക്കും? ഇന്ന് നമുക്കറിയാം, നമ്മൾ കർഷകരായി നമ്മുടെ കുട്ടി മാറുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? സങ്കല്പിക്കാൻ കഴിയുമോ? ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ പലതും കാണാൻ നമ്മൾ കുട്ടികളെ പ്രേരിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. അവിടെ എത്തിയില്ലെങ്കിൽ അതിന് തൊട്ടു താഴെയുള്ള സ്വപ്നത്തിലേക്ക് അവനെ വളർത്തുന്നു. ഡോക്ടറാവാൻ, എഞ്ചിനീയറാവാൻ, ശാസ്ത്രജ്ഞനാകാൻ, ഒരു സംരംഭകനാകാൻ, വലിയ ഒരു ഇൻവെസ്റ്ററാവാൻ ഒക്കെ പരിശീലനം കൊടുക്കുന്നു. ഇവിടെയൊന്നും വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ നാട്ടും പുറത്ത് ഒരു പലചരക്ക് കട തുടങ്ങാനെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചായക്കട തുടങ്ങാനെങ്കിലും ശ്രമിക്കുന്നു. അതും പരാജയപ്പെട്ടവൻ കൃഷിയിലേക്ക് തിരിയുന്നു എന്നതാണ് നമ്മുടെ നാട്ടിലെ ചിന്ത. അതായത് കൃഷിയിലേക്ക് ഇറങ്ങുന്നവൻ സർവ്വകാര്യത്തിലും പരാജയപ്പെട്ടവനായിരിക്കും. അവൻ പരീക്ഷയിൽ പരാജയപ്പെട്ടവനായിരിക്കും, എൻട്രൻസ് പരീക്ഷയിൽ തീർച്ചയായും പരാജയപ്പെട്ടവനായിരിക്കും, ഗൾഫിലേക്കുള്ള ഒരു യാത്രയ്ക്കുള്ള സാധ്യത പോലും അടഞ്ഞു പോയവനായിരിക്കും. ഇതൊന്നും സാധിക്കാതെ വന്നവൻ നാട്ടിൽ കർഷകനായി മാറുന്നു. സത്യത്തിൽ ഇത്തരം ചിന്തകളല്ലേ നമ്മൾ മാറ്റേണ്ടത്? അതിനെന്താണ് ഒരു മാർഗം? തീർച്ചയായും മാർഗമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കൃഷി ഒരു വിഷയമായി മാറണം. 5ാം ക്ലാസ്സിനും 12ാം ക്ലാസ്സിനും ഇടയിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ആഴ്ചയിൽ 2 പീരീഡെങ്കിലും കൃഷി ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. നാട്ടുംപുറങ്ങളിലെ കൃഷി സ്കൂളുകളോടനുബന്ധിച്ച് കൃഷിയിടങ്ങൾ നിർബന്ധമായും ഉണ്ടാവണം. ഒരു കുട്ടിക്ക് 1 സെൻറ്റെങ്കിലും വെച്ച് ഭൂമി നാട്ടിൻപുറങ്ങളിലെ ഓരോ സ്കൂളുകളും ലീസിനെടുക്കുകയോ അക്വയർ ചെയ്യുകയോ വേണം. കൃഷി ചെയ്യാതെ കിടക്കുന്ന ഭൂമി പാട്ടത്തിനെടുക്കുക. എത്രയോ ആളുകൾ കൃഷി ചെയ്യാതെ നമ്മുടെ ഗ്രാമങ്ങളിൽ ഭൂമി തരിച്ചിട്ടിരിക്കുന്നു. അതിലേതെങ്കിലും ഒരു ഭൂമി ഏറ്റെടുക്കുക. 1 സെൻറ്റെങ്കിലും ഒരു കുട്ടിക്ക് മാറ്റിവെക്കുക. ആ നാട്ടിലെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ ആ ഗ്രാമത്തിൻ്റെ ഭൂഘടനയനുസരിച്ച്, കാലാവസ്ഥയനുസരിച്ച് സ്കൂൾ തുറക്കുന്ന നാളുകൾ മുതൽ എന്ത് കൃഷി അവിടെ നടത്താൻ കഴിയുമെന്ന് തീരുമാനിക്കുക. അവർക്ക് വേണ്ട വിത്തും മാർഗനിർദ്ദേശങ്ങളും ഈ കൃഷി ഓഫീസർ അധ്യാപകരിലൂടെ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇവർ കൃഷിയിടത്തിൽ പണിയെടുക്കുന്നവരാവട്ടെ എല്ലാ കുട്ടികളും. അവരോരോ വർഷവും അവരുടെ കൃഷിയിടത്തിൽ വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നത്തിന് വില മാത്രമല്ല, അവർക്ക് മാർക്ക് ലഭിക്കട്ടെ. 12ാം ക്ലാസ് വരെ ഇത് പഠനത്തിൻ്റെ ഒരു ഭാഗമായി പോകട്ടെ. എങ്ങനെയാണ് ഒരു ചെടി നട്ടുവയ്ക്കേണ്ടതെന്നും അത് എങ്ങനെയാണ് വളരുന്നതെന്നും അതിന് വളരാൻ എന്തെല്ലാം സാഹചര്യം വേണമെന്നും അതിനെന്താണ് വളമിടേണ്ടതെന്നും അതിൽ നിന്ന് എത്ര ഉൽപ്പന്നം ലഭിക്കുമെന്നും എത്ര കായ്കനികൾ ലഭിക്കുമെന്നും കുട്ടികൾ സ്വയം പ്രവർത്തിച്ച് മനസ്സിലാക്കട്ടെ. 12ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ഇതിൽ കുറച്ച് കുട്ടികളെങ്കിലും തീരുമാനമെടുത്തിരിക്കും, എൻ്റെ മേഖല ശാസ്ത്രീയമായ കൃഷിയുടേതാണ് എന്ന്. കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ഫാം എൻ്റേതായിരിക്കുമെന്ന് ഇതിൽ കുറേ കുട്ടികളെങ്കിലും തീരുമാനമെടുക്കും. കൃഷിയിലേക്ക് എത്രയോ ലക്ഷം കുട്ടികൾ, എത്രയോ ലക്ഷം ചെറുപ്പക്കാർ കൃഷി ഒരു പാഷനേറ്റായ തൊഴിലാണെന്നും ആസ്വാദ്യമായ ഒരു സംസ്കാരമാണെന്നും തിരിച്ചറിയും. കേരളത്തിൽ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഏറ്റവും ചുരുങ്ങിയത് 20-25 ലക്ഷം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവർ ഓരോരുത്തരും
ഓരോ സെൻറ്റ് ഭൂമിയിൽ കൃഷി ഇറക്കാൻ തുടങ്ങിയാൽ 25 ലക്ഷം സെൻറ്റ് ഭൂമിയിൽ ഒരു വർഷം കൃഷി നടക്കും. അതിലൂടെ കേരളത്തിലേക്ക്, കാർഷിക മേഖലയിലേക്ക് എത്ര ഉൽപ്പന്നങ്ങൾ പുറത്തിറങ്ങും. അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പരീക്ഷണങ്ങൾ കൂടി നമ്മൾ നടപ്പാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 100 കൊല്ലം നമ്മൾ എന്തു ചെയ്തോ അതുമാത്രമേ ഇനിയുമുള്ള 100 കൊല്ലവും നമ്മൾ ചെയ്യൂ എന്ന് വിദ്യാഭ്യാസത്തിൽ വാശി പിടിക്കേണ്ട കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മളെ പഠിപ്പിച്ച പാഠങ്ങൾ ഓർത്തിരുന്നു കൊണ്ടല്ല, അതുമാത്രം ചെയ്തുകൊണ്ടല്ല. നമ്മൾ നമ്മുടേതായ വഴികൾ വെട്ടിത്തെളിക്കുകയാണ് ചെയ്തത്. ഇന്നലെ വരെ നമ്മൾ പഠിച്ച വിദ്യാഭ്യാസ പദ്ധതികളെ വേസ്റ്റ് കൊട്ടയിലെറിഞ്ഞ് പുതിയ പദ്ധതികൾ ഉണ്ടാക്കാനുള്ള ധൈര്യം നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ കാണിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ സമൂഹം നേരിടുന്ന പല സാമൂഹ്യ തിന്മകളെയും പുതിയ പാഠ്യപദ്ധതികളിലൂടെ, പുതിയൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഉതകുന്ന പാഠ്യപദ്ധതിയിലൂടെ, പുതിയ പരിഷ്കാരികളായ പൗരബോധമുള്ള, സാമൂഹ്യബോധമുള്ള ചെറുപ്പക്കാരെ സൃഷ്ടിക്കാൻ ഉതകുന്ന വിദ്യാഭ്യാസ പദ്ധതികളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതിനുള്ള ശ്രമമുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, നമ്മുടെ വികസനത്തിൻ്റേതായ എല്ലാ മേഖലയും ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിലൂടെ പല ആശയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അതെല്ലാം ഏറ്റവും ഉദാത്തമാണെന്നോ നാളെ അത് പൂർണ്ണമായ അർത്ഥത്തിൽ അതേ മട്ടിൽ തന്നെ നടപ്പാക്കാൻ കഴിയുമെന്നോ അല്ല. അതിൽ നിന്ന് ചില ആശയങ്ങളെടുത്ത് നമ്മുടെ നിലവിലുള്ള സാഹചര്യങ്ങളെ കൂടി കൂട്ടിയിണക്കി അതിന് മൂന്നാമതൊരു സൊല്യൂഷൻ, മൂന്നാമതൊരു ഉത്തരം കണ്ടെത്താൻ ചിലപ്പോൾ നമുക്ക് സാധ്യമായേക്കാം. നമുക്കറിയാം, ഈ നാളുകളിൽ കേരളത്തിൽ അടുത്ത കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട ഏറ്റവും വലിയൊരു പദ്ധതി ഹൈസ്പീഡ് റെയിൽ കോറിഡോറിൻ്റേതാണ്. ഹൈസ്പീഡ് റെയിൽ കോറിഡോർ അതൊരു വലിയ സ്വപ്ന പദ്ധതിയാണ് ശ്രീ പിണറായി വിജയൻ സർക്കാരിൻ്റേത്. അത് സത്യത്തിൽ ആവശ്യമുള്ള ഒരു പദ്ധതി തന്നെയാണ്. കാരണം ഇനിയുള്ള കാലത്ത് മനുഷ്യൻ്റെ സമയത്തിനാണ് ഏറ്റവും വില. സമയത്തിനും ഇന്ധനത്തിനും ആ ഇന്ധനത്തിൻ്റെ കത്തിക്കലിലൂടെ പ്രകൃതിക്കുണ്ടാകുന്ന ഡാമേജിനുമൊക്കെ നമ്മൾ കനത്ത വില കൊടുക്കേണ്ടതുണ്ട്. 3.5 കോടി ജനങ്ങൾ 2 മണിക്കൂർ കൂടുതൽ യാത്ര ചെയ്തൊരു സ്ഥലത്തെത്തുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 7 കോടി മണിക്കൂറുകൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നതാണ് അതിൻ്റെ അർത്ഥം. അത് വളരെ വലിയ വിലയാണ്. നമുക്കതിൻ്റെ വില കണക്ക് കൂട്ടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അതിവേഗം തെക്ക് വടക്ക് ദിശയിൽ കിടക്കുന്ന കേരളം പോലെ ഒരു മെലിഞ്ഞ സംസ്ഥാനത്തിന് തെക്ക് വടക്ക് ആളുകളെ ബന്ധിപ്പിക്കേണ്ടതുണ്ട്. കാരണം പല കാര്യങ്ങൾക്കും നമ്മളുടെ വ്യവസായികൾക്കാവട്ടെ, രാഷ്ട്രീയക്കാർക്കാവട്ടെ, സാധാരണ ജനങ്ങൾക്കാവട്ടെ തലസ്ഥാന നഗരത്തേക്കും തിരിച്ചും പോകേണ്ടതുണ്ട്, വ്യവസായ നഗരത്തിലേക്കും തിരിച്ചും പോകേണ്ടതുണ്ട്. തൊഴിലാവശ്യങ്ങൾക്ക്, ചികിത്സാ ആവശ്യങ്ങൾക്കൊക്കെ ഇത്തരത്തിൽ യാത്രകൾ ചെയ്യേണ്ട ജനസമൂഹമാണ് നമ്മൾ. അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അതിനെല്ലാ ജില്ലയിലും വിമാനത്താവളങ്ങളല്ല അതിനുള്ള മാർഗം, അതൊന്നും സാധ്യവുമല്ല. അതിന് സ്ഥലം വലിയ തോതിൽ ആവശ്യമാണ്. എന്നാൽ ഇത്തരം റെയിൽവേ ചില പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടി റെയിൽവേ അനുയോജ്യമായൊരു മാർഗമാണ്. എന്നാൽ റെയിൽവേ എല്ലാ ഗതാഗത പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനാണോ? അല്ല. നമ്മൾ ഹൈ സ്പീഡ് അല്ലെങ്കിൽ സെമി ഹൈ സ്പീഡ് റെയിൽവേ എന്ന് പറയുമ്പോൾ ഏകദേശം 70 വർഷം മുൻപ് ലോകം കൊണ്ടുവന്ന, പരീക്ഷിച്ച് വിജയിച്ച ഒരു ടെക്നോളജിയുടെ പിന്നിലാണ് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ഓർമ്മിക്കണം. അതായത് 70 കൊല്ലം മുമ്പത്തെ ഒരു ടെക്നോളജിയാണ് സെമി ഹൈ സ്പീഡ് റെയിൽവേ. അതിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു ബുദ്ധിപരമായ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ? ഒരു രാഷ്ട്രം ഒരു ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന കാലത്തെ ടെക്നോളജിയിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അങ്ങനെയാണ് ലോകത്തെല്ലാവരും ചെയ്യുന്നത്. നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകൾ പരിമിതമായിരിക്കാം. പക്ഷേ നമ്മൾ ലോകത്തെ നിരീക്ഷിക്കണം. നമുക്കറിയാം, ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തേക്ക് വേണ്ട ഏറ്റവും നല്ല ഒരു ഗതാഗത സംവിധാനമായി പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് ഹൈപ്പർ ലൂപ്പിനെയാണ്. അതായത് ഒരു വാക്വം കുഴലിലൂടെ ബുള്ളറ്റുകൾ പാഞ്ഞു പോകുന്നത് പോലെ ആളുകളുമായി പാഞ്ഞു പോകുന്ന ക്യാപ്സ്യൂളുകൾ. അത്തരം ഹൈപ്പർ ലൂപ്പ് ഇപ്പോൾ പരീക്ഷണം നടക്കുന്ന ഘട്ടത്തിലാണ്. എലോൺ മസ്ക് എന്ന വ്യവസായിയാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹവും നമുക്ക് ബഹിരാകാശ യാത്രയ്ക്ക് അവസരമൊരുക്കുന്ന വെർജിൻ ഗ്രൂപ്പും ചേർന്ന് കാലിഫോർണിയയിൽ അതിൻ്റെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ദുബായ്ക്കും അബുദാബിക്കും ഇടയിലുള്ള ഒരു ഗതാഗത സംവിധാനമായതിനെ വളർത്തിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോസ് ആഞ്ചലസിനും സാൻ ഫ്രാൻസിസ്കോയ്ക്കും ഇടയിലായിരിക്കും ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് സഞ്ചരിക്കുക. ഏതായാലും അടുത്ത 10-15 വർഷത്തിനകം അത് വിജയകരമായി മാറിയാൽ തീർച്ചയായും അതായിരിക്കും ലോകത്തിൻ്റെ വിപ്ലവം സൃഷ്ടിക്കുന്ന ഗതാഗത മാർഗം. ഹൈപ്പർ ലൂപ്പ് പ്രായോഗികമായാൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് 1/2 മണിക്കൂർ കൊണ്ടെത്താൻ കഴിയും. നമുക്ക് വിമാനത്തിൽ കയറുന്നതിൻ്റെ ചിട്ടവട്ടങ്ങൾ വേണ്ട, വിമാനത്താവളം പണിയുന്നതിൻ്റെ അത്ര ലാൻഡ് അക്വിസിഷൻ ആവശ്യമില്ല. ഒരു റെയിൽവേ ലൈൻ പോലെ
ഭൂമിയിൽ നാട്ടി നിർത്തിയ തൂണുകളിലൂടെ പോകുന്ന ഒരു കുഴലിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നു. അതിവേഗം 1/2 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തുന്നു. 1400 കിലോമീറ്ററാണ് ഇതിൻ്റെ വേഗത. അപ്പോൾ നമ്മൾ ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾ ചിന്തിക്കേണ്ടത് ആ ടെക്നോളജിയെക്കുറിച്ചാണ്, ഹൈപ്പർ ലൂപ്പിനെ കുറിച്ചാണ്. ഇന്ന് പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ നാം പ്രഖ്യാപിക്കേണ്ടത് 10 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞ് പ്രായോഗികമാകാൻ പോകുന്ന ഹൈപ്പർ ലൂപ്പ് എന്ന പദ്ധതിയുടെ ആദ്യഘട്ടം നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം അനൗൺസ് ചെയ്യാനും പ്രവർത്തനം ആരംഭിക്കാനും. അത് നമ്മുടെ യുവതലമുറയിൽ, പുതിയ തലമുറയിൽ, കുട്ടികളിൽ കൊടുക്കുന്ന ആവേശം ചെറുതായിരിക്കില്ല. ലോകത്തിലെ പുതിയൊരു ടെക്നോളജി വരുമ്പോൾ തന്നെ അത് കേരളത്തിൽ നടപ്പാക്കാനുള്ള ഒരുക്കം ആരംഭിക്കുന്നു. ഹൈപ്പർ ലൂപ്പ് എന്നൊരു സ്വപ്നം നമ്മളിവിടെ നടപ്പാക്കാനുള്ള ലാൻഡ് അക്വിസിഷൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു വലിയ സ്വപ്നം നമ്മളുടെ ആളുകളിലേക്ക് കൊടുക്കാൻ നമുക്ക് കഴിയും. ഒപ്പം അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ നമ്മൾ സെമി ഹൈസ്പീഡ് റെയിൽവേ അതേ അക്വയർ ചെയ്ത സ്ഥലത്തുകൂടെ തന്നെ നമുക്ക് ഓടിക്കാൻ കഴിയും. അത് ഹൈപ്പർ ലൂപ്പിലൂടെ സാധ്യമാകുന്ന രീതിയിൽ ഭാവിയിൽ ഹൈപ്പർ ലൂപ്പ് വരുമ്പോൾ ഇതിന് നടുവിൽ നാട്ടിയ തൂണുകളിൽ നമുക്ക് ഹൈപ്പർ ലൂപ്പിൻ്റെ കുഴലുകൾ കൂടി സ്ഥാപിക്കാൻ കഴിയുന്ന മട്ടിൽ ലാൻഡ് അക്വയർ ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ പദ്ധതിയുടെ പേര് ഹൈപ്പർ ലൂപ്പ് എന്ന പദ്ധതി തന്നെയായിരിക്കും. തൽക്കാലം നമ്മൾ ആ പാതയിലൂടെ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഓടിക്കുകയും ചെയ്യുന്നു എന്ന മട്ടിലായിരിക്കണം ഇത്തരം പദ്ധതികളെ അവതരിപ്പിക്കേണ്ടത്, നമ്മൾ ലക്ഷ്യമിടേണ്ടത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. തീർച്ചയായും നമ്മുടെ ഭരണാധികാരികൾ അത്തരത്തിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആണെങ്കിലും കോൺഗ്രസ് ഗവൺമെൻറ് ആണെങ്കിലും ഒക്കെ ഇത്തരം പദ്ധതികളെ പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമില്ല എന്നത് തന്നെ വളരെ ശുഭകരമായ ഒരു കാര്യമാണ്. എന്നാൽ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഞാൻ ആലോചിക്കാറുണ്ട്. ഇന്ന് നമുക്കറിയാം, ട്രെയിനിൽ യാത്ര ചെയ്യുക അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ലൂപ്പിൽ യാത്ര ചെയ്യുക എന്നതല്ല എല്ലാ മനുഷ്യരുടെയും സ്വപ്നം. സ്വന്തം കാറിൽ, അവനവൻ്റെ കാറിൽ യാത്ര ചെയ്യാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണല്ലോ എക്സ്പ്രസ് ഹൈവേകൾക്ക് ലോകം മുഴുവൻ പ്രചാരം ലഭിക്കുന്നത്. ഇത്തരം എക്സ്പ്രസ് ഹൈവേകൾ കേരളത്തിൽ എത്ര കണ്ട് പ്രായോഗികമാണോ എന്ന് നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തു. ചിലപ്പോൾ അത് സാധ്യമായില്ലെങ്കിൽ കൂടി ഒന്നാലോചിച്ച് നോക്കൂ. മറ്റൊരു സാധ്യത, കണ്ണൂരുള്ള ഒരാൾ, കണ്ണൂരിൻ്റെ കിഴക്കൻ മേഖലയിലുള്ള ഒരാൾ സ്വന്തം കാറിൽ കണ്ണൂരിലെ ഈ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തുന്നു. അവിടെ ഈ ഹൈസ്പീഡ് ട്രെയിൻ അല്ലെങ്കിൽ ഹൈസ്പീഡ് റെയിൽ കോറിഡോറിലെ കാറുകൾ മാത്രം കൊണ്ടുപോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഒരു ട്രെയിനിലേക്ക് അവൻ്റെ കാർ ഓടിച്ചു കയറ്റുന്നു. അത്തരത്തിലുള്ള നിരവധി കാറുകൾ പല ബോഗികളിലായി കയറ്റിയിട്ടിരിക്കുന്നു. ആ കാറിനകത്ത് തന്നെ ആളുകൾക്ക് കാർ എഞ്ചിൻ ഓഫ് ചെയ്ത് വേണമെങ്കിൽ വിശ്രമിക്കാം എന്നൊരു സ്ഥിതി ഉണ്ടെന്ന് വിചാരിക്കുക. ആ ട്രെയിൻ 5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്ന ഒരു സംവിധാനമുണ്ടെന്നും കരുതുക. തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കാറ് പ്ലാറ്റ്ഫോമിലേക്ക് ഓടിച്ചിറക്കി നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തുകൂടെയെല്ലാം തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും കാർ യാത്ര ചെയ്യുന്നു. കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ കാറിൻ്റെ ഉള്ളിൽ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്രമിക്കാം. അതല്ലെങ്കിൽ ഈ ട്രെയിനിലെ കാറുകളുടെ ഉടമകൾക്ക് അല്ലെങ്കിൽ ഡ്രൈവർമാർക്ക് വിശ്രമിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ബോഗിയിൽ പോയി അതിൻ്റെ റെസ്റ്റോറൻറ്റ് കൂപ്പയിൽ പോയി ഭക്ഷണം കഴിച്ച്, ലഘുഭക്ഷണം കഴിച്ച്, സിനിമകൾ കണ്ട് വിശ്രമിക്കാം 5 മണിക്കൂർ. നിങ്ങൾ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും ഈ കാറുകൾ ഇറക്കാൻ കഴിയുന്ന ഒരു ട്രാക്കിലേക്ക് ഈ ട്രെയിൻ പോയി നിൽക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കാറിനടുത്ത് ചെന്ന് ആ കാർ ഓടിച്ചിറക്കിക്കൊണ്ടു പോകാൻ കഴിയും. ഇത് നടക്കാത്തൊരു സ്വപ്നമല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അല്ല. യൂറോപ്പിൽ പല നഗരങ്ങളെയും ബന്ധിപ്പിച്ച് ഇത്തരം റെയിൽവേ സംവിധാനം ഓടുന്നുണ്ട്. അമേരിക്കയിൽ ഓടുന്നുണ്ട്. അമേരിക്കയിലെ വെർജീനിയയിൽ നിന്ന് സാൻഫോർഡ് നഗരത്തിലേക്ക് ഇത്തരത്തിൽ ആംട്രാക്കിൻ്റെ റെയിൽവേ ബോഗികൾ ഓടുന്നുണ്ട്. ഒരു ട്രെയിൻ തന്നെ ഓടുന്നുണ്ട്. അതിൽ 2 നിലകളായിട്ടാണ് കാറുകൾ പാർക്ക് ചെയ്യുക. ആദ്യം മുകളിലത്തെ നിലയിൽ കാറുകൾ പാർക്ക് ചെയ്യുന്നു, പിന്നീട് താഴത്തെ നിലയിൽ പാർക്ക് ചെയ്യുന്നു. 350-400 കാറുകൾ വരെ ഇത്തരത്തിൽ ഒരു ട്രെയിനിൽ കയറ്റിക്കൊണ്ടു പോകാം. എല്ലാ ദിവസവും ഇത്തരത്തിൽ വെർജീനിയയിൽ നിന്ന് സാൻഫോർഡിലേക്ക് ട്രെയിൻ യാത്ര ചെയ്യുന്നുണ്ട്. 100 കണക്കിന് ആളുകൾ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ദീർഘമായൊരു യാത്രയിൽ കാർ ഓടിക്കേണ്ടതില്ല. ഒപ്പം അതിൻ്റെ ഫ്യൂവൽ, അതിൻ്റെ ഇന്ധന ലാഭം, ഒപ്പം ഹൈവേയെ അത്രയേറെ ഫ്രീ ആക്കുന്നു. നമ്മൾ ഈ സംവിധാനത്തിൽ, നമ്മൾ ഹൈസ്പീഡ് റെയിൽ കോറിഡോറിൽ ചരക്ക് ലോറികൾ ഇത്തരത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതുമാത്രം പോരാ, സ്വകാര്യ കാറുകൾ, ബസ്സുകൾ, ബൈക്കുകൾ ഒക്കെ കേരളത്തിൻ്റെ തെക്കേയറ്റത്തുനിന്ന് വടക്കേയറ്റത്തും തെക്കേയറ്റത്തും ഓരോ മണിക്കൂറുടെ വിട്ട് കൊണ്ടുപോകുന്ന ട്രെയിനുകൾ നമുക്ക് ആവശ്യമാണ്. പാസഞ്ചർ ട്രെയിനുകൾ മാത്രം പോരാ എന്നർത്ഥം. അതിനുകൂടെ പറ്റുന്ന യാർഡുകൾ എല്ലാ റെയിൽവേ സ്റ്റേഷനോടും അനുബന്ധമായിട്ട് ഉണ്ടാക്കണം. അത്ര യാർഡുകൾ ഉണ്ടാക്കുമ്പോൾ ആ യാർഡുകളുടെ അടിനിലകൾ മുഴുവൻ മാളുകളാക്കി മാറ്റാം. ആ മാളുകൾ
ഇപ്പോൾ തന്നെ താല്പര്യമുള്ളവർക്ക് വിൽക്കാൻ കഴിയും. അതിന് ലഭിക്കുന്ന വരുമാനം ഈ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിന് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ബ്രിട്ടനിലേക്ക് ഫ്രാൻസിൽ നിന്ന് പോകുന്ന ഇംഗ്ലീഷ് ചാനലിനടിയിലൂടെ കടന്നു പോകുന്ന റെയിൽവേ ടണലിൽ കൂടെ പോകുന്ന ആ ട്രെയിനിൽ ബസ്സുകൾ നമുക്ക് ഈ ട്രെയിനിനുള്ളിലേക്ക് കയറ്റാൻ കഴിയും. അതായത് ഡബിൾ ഡെക്കർ ബസ്സുകൾ പോലും ഇത്തരം ട്രെയിനിനുള്ളിലേക്ക് ഓടിച്ച് കയറ്റുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോകളിൽ അതിഗംഭീരമായ സംവിധാനങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് ഡബിൾ ഡെക്കറായ വലിയ ബസ്, യൂറോപ്പിലെ കൂറ്റൻ ബസ്സുകൾ, ഡബിൾ ഡെക്കർ ബസ്സുകൾ, 2 നിലയിൽ ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന ബസ്സുകൾ ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ വന്ന് ട്രെയിനിനുള്ളിലേക്ക് കയറുന്നു. ട്രെയിനിൻ്റെ ഓരോ ബോഗിയും വലിയൊരു ടണൽ പോലെയാണ്. അടുത്ത ബോഗിയിലേക്ക് കടക്കാൻ വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന രീതിയിൽ ഒരൊറ്റ കുഴൽ പോലെയാണ് ഈ ബോഗികളെല്ലാം കിടക്കുന്നത്. 50-60 ബസ്സുകൾക്ക് ഒന്നിനു പുറകെ ഒന്നായി ഈ ബോഗിക്കുള്ളിലൂടെ യാത്ര ചെയ്ത് വലിയൊരു ടണലിനുള്ളിലൂടെ എന്ന മട്ടിൽ ഈ ബോഗിയുടെ അങ്ങേറ്റം വരെ പോകാം. ഓരോരോ ബസ്സുകൾ ഒന്നിനു പുറകെ ഒന്നായി ഈ ബോഗികൾക്കുള്ളിലൂടെ പാർക്ക് ചെയ്യുന്നു. ഏതാണ്ട് ഡബിൾ ഹൈറ്റുള്ള ബോഗികളാണ്. ഇതിനകത്ത് ആളുകൾക്കിരിക്കാനുള്ള ബോഗികൾ വേറെയുണ്ട്. ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ മുൻപിൽ ഒരു ഷട്ടറുണ്ട്, അത് തുറക്കാം. അത് തുറന്നു കഴിയുമ്പോൾ മറ്റൊരു ഓപ്പൺ ബോഗിയിലേക്ക് കടന്ന് അവിടെ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിപ്പോകുന്നു. വളരെ ലളിതമായി ഒരു നിര ബസ്സുകളെയും കാറുകളെയും ഒരു ബോഗിയിലേക്ക് കയറ്റി ഇറക്കുന്നതിന് 10 മിനിറ്റോ 12 മിനിറ്റോ കൊണ്ടോ കാര്യം സാധിക്കുന്ന മട്ടിലാണ് ഇത്തരം സന്നാഹങ്ങളെല്ലാം ഒരുക്കുന്നത്. ഇത് അമേരിക്കയിലും പടിഞ്ഞാറൻ യൂറോപ്പിലും ഇത്തരത്തിലുള്ള ട്രെയിനുകളാണെങ്കിൽ കിഴക്കൻ യൂറോപ്പിൽ, ഇത്രയൊന്നും സാമ്പത്തിക സ്ഥിതിയില്ലാത്ത കിഴക്കൻ യൂറോപ്പിൽ കുറച്ചുകൂടെ ലളിതമായ മോട്ടോർ റെയിൽ സർവീസുകളുണ്ട്. അതായത് നമ്മൾ കാറുമായിട്ട് ഓടിച്ചെന്ന് കയറിയാൽ കവറിംഗ് ഒന്നുമില്ലാത്ത 2 നിലകളായിട്ട് പാർക്ക് ചെയ്യാൻ കഴിയുന്ന ബോഗികളാണ്, റാക്കുകൾ പോലെയാണ്. നമുക്കതിനുള്ളിലേക്ക് കാർ ഓടിച്ച് കയറ്റാം. നമുക്ക് ആ കാറിനകത്ത് തന്നെ ഇരുന്ന് വിശ്രമിക്കാം. ട്രെയിൻ പുറപ്പെടുകയായി. നമുക്ക് ബോഗിയിൽ പോകണമെങ്കിൽ വേറെ ബോഗിയിൽ പോയിരിക്കാം, അല്ലെങ്കിൽ കാറിനകത്ത് തന്നെ ഇരുന്ന് യാത്ര ചെയ്യാവുന്നതുകൊണ്ട് അത് 2 നിലകളായിട്ട് കാറുകളിടാം. അതിൽ നമുക്കിരുന്ന് വിശ്രമിക്കാം. ട്രെയിൻ ഓടിക്കൊണ്ടേയിരിക്കും. എത്തേണ്ട സ്ഥലത്തെത്തുമ്പോൾ നമുക്കവിടെ കാറുമായി പുറത്തിറങ്ങാം. അപ്പോൾ ഇത്തരത്തിൽ ലോകത്ത് ഗതാഗതത്തിന് പുതിയ ടെക്നോളജികൾ നിരവധി വളർന്നു വരുന്നുണ്ട്. അപ്പോൾ തെക്ക് വടക്കായി കിടക്കുന്ന കേരളം പോലൊരു സംസ്ഥാനത്ത് നമ്മൾ ഒരു ഗതാഗത സംവിധാനത്തിന് വേണ്ടി ലാൻഡ് അക്വയർ ചെയ്യുമ്പോൾ അതിൻ്റെ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ, ഭാവിയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള രീതിയിൽ, വരാനിരിക്കുന്ന ടെക്നോളജികൾക്ക് കൂടി അനുയോജ്യമായ രീതിയിൽ ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന തലമുറകൾ ഇതിൻ്റെ വിജ്ഞാതാക്കളെ സ്മരിക്കും. അവരാരംഭിച്ച ദീർഘവീക്ഷണമുള്ള ഒരു പദ്ധതിയാണെന്ന് അന്നും നന്ദിപൂർവ്വം ഓർമ്മിക്കും. അതാണ് ഒരു യഥാർത്ഥ ഭരണാധികാരിക്ക് ലഭിക്കാവുന്ന ആദരവ്. ഇന്നത്തെ സമൂഹം, ഇന്നത്തെ മാധ്യമങ്ങൾ തനിക്ക് നേരെ ചൊരിയുന്ന ശാപവചസ്സുകളല്ല, വരാനിരിക്കുന്ന തലമുറ ചൊരിയാനിരിക്കുന്ന അഭിനന്ദനങ്ങളുടെ പ്രവാഹങ്ങളായിരിക്കണം ഒരു ഭരണാധികാരി മനസ്സിൽ കാണേണ്ടത്. അതിനുവേണ്ടിയായിരിക്കണം പ്രവർത്തനങ്ങൾ. അത്തരം പ്രവർത്തനങ്ങൾക്കുള്ള അനുഭവങ്ങളാണ് സത്യത്തിൽ സഞ്ചാരത്തിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ചില ആളുകൾ വളരെ പോസിറ്റീവായി സ്വീകരിക്കുന്നു, മറ്റു ചിലർ വളരെ നെഗറ്റീവായി അതിനെ സ്വീകരിക്കാറുണ്ട്. പക്ഷേ എനിക്കൊന്നുറപ്പുണ്ട്, ഇനിയും സഞ്ചാരം തുടരുമ്പോൾ കേരളത്തിന് വേണ്ടി ഇത്തരം അനുഭവങ്ങൾ ഞാൻ തേടിക്കൊണ്ടേയിരിക്കും. ആ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടേയിരിക്കും.